പോയിന്റ് ബൈ പോയിന്റ് എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്ന വീഡിയോസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇനി ആ വീഡിയോ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം ഇലക്ട്രിക്കലും മെക്കാനിക്കലും കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളെ 2026 ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റീസിൽ ഒന്നാണ് കേരള വാട്ടർ അതോറിറ്റിയിലെ ഓപ്പറേറ്റർ തസ്തിക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു KW ഓപ്പറേറ്റർ തസ്തിക തീർച്ചയായിട്ടും ഈ ഒരു ഓപ്പർച്യൂണിറ്റി ക്രാക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. അത് ഇലക്ട്രിക്കൽ ആണെങ്കിലും ശരി, മെക്കാനിക്കൽ ആണെങ്കിലും ശരി. എന്നാൽ ഇവിടെ ചെറിയൊരു പ്രശ്നം കിടക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ രണ്ട് സബ്ജക്റ്റും ഒരേപോലെ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഇലക്ട്രിക്കൽ സബ്ജക്റ്റുകളും മെക്കാനിക്കൽ സബ്ജക്റ്റുകളും ഒരുപാട് പേരുടെ സംശയമാണ്, ഈ ഇലക്ട്രിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് മെക്കാനിക്കൽ പഠിക്കാൻ പറ്റുമോ, അതേപോലെ മെക്കാനിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് ഇലക്ട്രിക്കൽ എങ്ങനെ പഠിക്കാൻ പറ്റും എന്നുള്ള ഒരു സംശയം ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് വരാറുണ്ട്. മാത്രമല്ല ഇതിൽ ആർക്കെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ അഡ്വാൻറ്റേജ് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ അഡ്വാൻറ്റേജ് ഇലക്ട്രിക്കൽ സ്റ്റുഡൻസിന് വരുന്നുണ്ട്. 60% വെയിറ്റേജ് വരുന്നത് ഇലക്ട്രിക്കൽ സബ്ജക്റ്റിലും 40% വെയിറ്റേജ് വരുന്നത് മെക്കാനിക്കലുമാണ്. പക്ഷേ ഈ ഒരു അഡ്വാൻറ്റേജ് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും ഇതിൽ തന്നെ ബേസിക് ഇലക്ട്രിക്കൽ എന്നൊക്കെ പറയുന്ന ടോപ്പിക് എല്ലാവരും എന്ത് ചെയ്യുന്നതാണ്, പഠിക്കുന്ന ടോപ്പിക്ക് തന്നെയാണ്. അതായത് ഈ രണ്ട് സബ്ജക്റ്റുകൾ ഫ്രം ദ ബേസ് തൊട്ട് ഇൻ ഡെപ്ത് ആയിട്ട് പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അപ്പോൾ നമ്മൾ ഒരു പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് KW ഓപ്പറേറ്റർ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാവും. നിങ്ങളൊരല്പം കൺഫ്യൂസ്ഡ് ആയിരിക്കും ഏത് പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യണം, എവിടെ ജോയിൻ ചെയ്യേണ്ട എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് എന്തെല്ലാം ഫീച്ചേഴ്സാണ് എൻട്രി പ്രൊവൈഡ് ചെയ്യുന്നത്, നിങ്ങൾ എന്തുകൊണ്ട് എൻട്രിയിൽ തന്നെ ജോയിൻ ചെയ്യണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതെല്ലാം കംഫർട്ടബിൾ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് പോകാം. പക്ഷേ എൻട്രിയിൽ എന്തെല്ലാമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതിൽ ഏറ്റവും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എൻട്രി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എൻട്രി ഒരിക്കലും ഏതെങ്കിലും ഒരു സെപ്പറേറ്റ് ബ്രാഞ്ച് സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല. അതായത് മെക്കാനിക്കലിന് മാത്രമുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല എൻട്രി, ഇലക്ട്രിക്കലിന് മാത്രമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമും അല്ല എൻട്രി എന്ന് പറയുന്നത്. എൻട്രി എന്ന് പറയുന്നത് ഇലക്ട്രിക്കലിലും മെക്കാനിക്കലിലും ഇലക്ട്രോണിക്സിലും കമ്പ്യൂട്ടർ സയൻസിലും തുടങ്ങി എല്ലാ ബ്രാഞ്ചസിലും കഴിഞ്ഞ 5 വർഷമായിട്ട് ഏറ്റവും മികച്ച രീതിയിൽ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഏത് കോഴ്സ് ആണെങ്കിലും, ഇപ്പോൾ മെക്കാനിക്കലാണെങ്കിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ 100-ലധികം ഉദ്യോഗാർത്ഥികളാണ് എൻട്രിയുടെ ഉദ്യോഗാർത്ഥികൾ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. ഇനി ഇലക്ട്രിക്കൽ എടുക്കുകയാണെങ്കിൽ KSEB സബ് എഞ്ചിനീയർ 200-ലധികം ഉദ്യോഗാർത്ഥികളാണ് KSEB സബ് എഞ്ചിനീയറിലുള്ളത്. അതേപോലെ തന്നെ ടോപ്പ് 10-ലൊക്കെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അത് എൻട്രിയിലുള്ള ഇലക്ട്രിക്കൽ ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരേ സമയം ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന ആ ഒരു സ്ട്രീമിലും മെക്കാനിക്കൽ എന്ന് പറയുന്ന സ്ട്രീമിലും ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് എൻട്രി. നിങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ റിസൾട്ട് പരിശോധിച്ചാൽ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മളൊരു പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക്കൽ സ്റ്റുഡൻസിന് മെക്കാനിക്കൽ മനസ്സിലാക്കണം. അതായത് മെക്കാനിക്കലിലെ ഓരോ സബ്ജക്റ്റും വളരെ ബേസ് തൊട്ട് ഇൻ ഡെപ്ത് ആയിട്ട് തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ മെക്കാനിക്കൽ സ്റ്റുഡൻസിന് ഇലക്ട്രിക്കൽ സബ്ജക്റ്റും ഏറ്റവും ഡെപ്തിൽ തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഈ രണ്ട് സബ്ജക്റ്റിൽ നിന്നുമായിട്ട് ഏറ്റവും മികച്ച സ്കോറിലേക്ക് എത്താൻ സാധിക്കുക. കഴിഞ്ഞ പ്രാവശ്യത്തെ ടോപ്പർ മാർക്ക് എന്ന് പറയുന്നത് 82 ആയിരുന്നു അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തവണയും ഒരു 70-ന്റെ മുകളിൽ ടാർഗറ്റ് ചെയ്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കലും മെക്കാനിക്കലും ഒരേപോലെ നമ്മൾ സ്കോർ ചെയ്യൽ വളരെ പ്രധാനപ്പെട്ട ഫാക്ടറാണ്. ഒരു കാരണവശാലും നിങ്ങൾ ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ മാത്രം പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ എക്സാം ക്ലിയർ ചെയ്യാൻ കഴിയില്ല. അതുപോലെ മെക്കാനിക്കൽ മാത്രം പഠിച്ചുകൊണ്ട് മെക്കാനിക്കൽ ആർക്കും ക്ലിയർ ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു ബ്ലെൻഡാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു KW ഓപ്പറേറ്റർ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ KW ഓപ്പറേറ്ററിൻ്റെ സിലബസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഞാൻ ആദ്യത്തെ 10 മൊഡ്യൂൾസിലായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രിക്കൽ മൊഡ്യൂൾസുകളാണ്. അതിൽ ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി, ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് മാഗ്നറ്റിസം, ഫണ്ടമെന്റൽസ് ഓഫ് AC സിസ്റ്റം, മെഷർമെന്റ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്, സേഫ്റ്റി, ഫസ്റ്റ് എയ്ഡ്, ബാറ്ററീസ് ആൻഡ് സോളാർ സെല്ല്, വയറിംഗ് ആക്സസറീസ്, DC മെഷീൻസ്, AC മെഷീൻസ്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, പവർ ഇലക്ട്രോണിക്സ്. അപ്പോൾ ഇവിടെ നമുക്ക് 60 മാർക്കാണ് ഇവിടെ വരുന്നത്. അതിനുശേഷം പമ്പ് ആൻഡ് ഫാസ്റ്റനിങ് സെന്ററിൽ 10 മാർക്ക് വരുന്നുണ്ട്, IC എഞ്ചിൻസിൽ 10 മാർക്ക് വരുന്നുണ്ട്, പവർ ട്രാൻസ്മിഷനിൽ 10 മാർക്ക് വരുന്നുണ്ട്, ഫ്ലൂയിഡ് വാൽവ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ 10 മാർക്ക് വരുന്നുണ്ട്. അങ്ങനെ 40 മാർക്ക് ഇവിടെയും 60 മാർക്ക് ഇലക്ട്രിക്കലുമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സിലബസിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ മൊഡ്യൂൾസുകളെല്ലാം എന്താണ്, ഇപ്പോൾ ഇലക്ട്രിക്കൽ മൊഡ്യൂൾസുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല ടോപ്പിക്കുകളും നമുക്ക് എന്തായിരിക്കും, ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്കുകൾ തന്നെ ആയിരിക്കും. ഇതിൽ ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി എന്നൊക്കെ പറയുന്നത് തീർച്ചയായും എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. ഒരു +2 ബേസിലുള്ള ഏതൊരു ഉദ്യോഗാർത്ഥിക്കും മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അതേസമയം AC മെഷീൻസ് ആണെങ്കിലും ഡിജിറ്റൽ ഇലക്ട്രോണിക്സും പവർ ഇലക്ട്രോണിക്സും വയറിംഗ് ആക്സസറിയും ഒക്കെ വളരെ ഇൻഡെപ്ത് ആയിട്ട് പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഏറ്റവും മികച്ച റിസൾട്ട് ഇലക്ട്രിക്കൽ പ്ലാറ്റ്ഫോമിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഇലക്ട്രിക്കലിൻ്റെ അധ്യാപകർ ഈ ക്ലാസ്സുകൾ ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതുകൂടാതെ മെക്കാനിക്കലിൻ്റെ സബ്ജക്റ്റുകൾ, മെക്കാനിക്കലിലെ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച അധ്യാപകരുടെ ക്ലാസ്സുകളായിരിക്കും മെക്കാനിക്കൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഈ 2 ക്ലാസ്സുകൾ കൂടിയായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, KW ഓപ്പറേറ്റർ സിലബസ് നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവുക. അതേപോലെ ഈ KW ഓപ്പറേറ്റർ സിലബസിൽ എന്തെല്ലാം കാര്യങ്ങളാണ് എൻട്രി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റെക്കോർഡഡ് ക്ലാസ്സുകളാണ്.
ഈ ഒരു റെക്കോർഡഡ് ക്ലാസ് എന്ന് പറയുന്നത് പുതിയ എക്സാം പാറ്റേൺ അനുസരിച്ചിട്ട് തന്നെയായിരിക്കും. അതായത് കേരള PSCയുടെ ഒരു പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത് എക്സാം ഒക്കെ കുറച്ചൊക്കെ ഒന്ന് ഡിഫിക്കൽട്ട് ആക്കി മാറ്റുക. അതായത് മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങൾ മാത്രം വെച്ചുകൊണ്ടുള്ള എക്സാംസ് അല്ല, വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ വരാറുണ്ട്. അതൊരു IT ലെവൽ എക്സാംസിൽ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും IT ലെവൽ നമ്മൾ പഠിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പ്രിപ്പറേഷൻ അടുത്ത ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യൽ നിർബന്ധമാണ്. അതേപോലെ 3 ലൈവുകളായിരിക്കും നിങ്ങൾക്ക് ഒരു വീക്കിലി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ലൈവ് സെഷൻസ് എന്ന് പറയുന്നത് KW ഓപ്പറേറ്ററിൽ, അതായത് ലൈവ് സെഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ റെക്കോർഡഡ് ക്ലാസ്സിലൂടെ മുഴുവൻ സിലബസും കവർ ചെയ്യും. എൻറ്റയർ സിലബസ്, ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു സിലബസിൽ പോയിന്റ് ബൈ പോയിന്റ് എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്ന സിലബസ് കവറേജുള്ള വീഡിയോസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇനി ആ വീഡിയോ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം അതിനെ ബേസ് ചെയ്തുകൊണ്ട് ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യും. ഈ ലൈവ് 3 ലൈവ് ആയിരിക്കും നിങ്ങൾക്ക് ഒരു വീക്കിലി വരുന്നുണ്ടാവുക. അപ്പോൾ ആ സബ്ജക്റ്റ് നിങ്ങളിപ്പോൾ ഈ വീക്കിൽ ഇപ്പോൾ നിങ്ങൾ ഫണ്ടമെന്റ്സ് ഓഫ് ഇലക്ട്രിസിറ്റി പഠിച്ചു എന്നിരിക്കുക, എന്നിട്ട് ആ ടോപ്പിക്കുകളെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ലൈവ് ക്ലാസ് വരുന്നുണ്ടാവുക. ആ ലൈവ് ക്ലാസ്സിലൂടെ ആ ടോപ്പിക്ക് ഒന്നുകൂടി തറവായിട്ട് പഠിക്കാൻ നിങ്ങളത് ഹെൽപ്പ് ചെയ്യും. ഇനി കൃത്യമായിട്ടുള്ള മെന്റർഷിപ്പ്, അതായത് ഒരു എക്സാമിനേഷൻ സംബന്ധിച്ചിടത്തോളം കുറേ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും മാത്രം കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഉദ്യോഗാർത്ഥിക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ലൈവും റെക്കോർഡും ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള അതായത് നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് റൈറ്റ് ട്രാക്കിൽ അല്ലാതെ ഡീവിയേറ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാനും നിങ്ങളെ റൈറ്റ് ട്രാക്കിലേക്ക് കൊണ്ടുവരാനും ഈ മെന്റർഷിപ്പ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എൻട്രിയുടെ ഏതൊരു റിസൾട്ട് വാങ്ങിയിട്ടുള്ള ഉദ്യോഗാർത്ഥിയോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവരുടെ റിസൾട്ടിൽ അവരുടെ മെന്റേഴ്സിനുള്ള റോൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട റോളാണ്. സോ ആ ഒരു മെന്റർഷിപ്പും ഗൈഡൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ റെഗുലർ മോണിറ്ററിങ്, ഇപ്പോൾ നമ്മുടെ AI സംവിധാനങ്ങൾ, എൻട്രിയുടെ തന്നെ AI സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ എത്രത്തോളം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എവിടെയാണ് വീക്ക് ആയിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ നിങ്ങളെ റൈറ്റ് ട്രാക്കിലേക്ക് കൊണ്ടുവരാനുള്ള മോട്ടിവേഷണൽ സെഷൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അത് നിങ്ങൾ എപ്പോഴെങ്കിലും ഡൗൺ ആണെന്ന് തോന്നുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ അത്തരം മോട്ടിവേഷണൽ സെഷൻസിലൂടെ നിങ്ങളെ തിരിച്ച് ആ ട്രാക്കിലേക്ക് നമ്മൾ കൊണ്ടുവരും. അതേപോലെ നോട്ട്സ്, തീർച്ചയായിട്ടും ഓരോ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് 100 ക്വസ്റ്റ്യൻസ് ആണല്ലേ. ആദ്യമായിട്ട് നമ്മളൊരു മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമുക്ക് 40 45 മാർക്കായിരിക്കും കിട്ടുക. പിന്നീട് ഘട്ടം ഘട്ടമായിട്ട് മോക്ക് ടെസ്റ്റിലൂടെ 45 50ആയി 55ആയി 60ആയി 65ആയി 70ആയി നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് തന്നെ വിസിബിൾ ആയിരിക്കും മോക്ക് ടെസ്റ്റിലൂടെ. നമ്മുടെ പെർഫോമൻസ് എങ്ങനെയാണ് വിലയിരുത്തുക? മോക്ക് ടെസ്റ്റിൽ നിങ്ങളുടെ പെർഫോമൻസ് ആണ് കൃത്യമായിട്ട് നിങ്ങൾ വിലയിരുത്തേണ്ടത്. അതേപോലെ തന്നെ റിവിഷൻ ക്ലാസ്സുകൾ, നമ്മൾ പഠിച്ചു പോയിട്ടുള്ള ടോപ്പിക്കുകൾ കൃത്യമായിട്ട് റിവൈസ് ചെയ്യണമല്ലേ. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, എക്സാം ആകുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കൃത്യമായിട്ട് ഓരോ ടോപ്പിക്കുകൾ നമ്മുടെ മൈൻഡിൽ തറവായിട്ട് നിന്നുകൊണ്ട് നമുക്ക് എക്സാംസിൽ ഏറ്റവും മികച്ച സ്കോറിലേക്ക് എത്താൻ പറ്റുക. അതുകൊണ്ട് ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു KWA ഓപ്പറേറ്റർ തസ്തികയ്ക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എൻട്രിയുടെ ഈ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള KWA ഓപ്പറേറ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോമിലോ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ക്ലാസ്സുകളൊക്കെ കണ്ട് വിലയിരുത്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യുക. കഴിഞ്ഞ പ്രാവശ്യവും ഇതിന് മുന്നിലുള്ള ഏത് എക്സാംസുകൾ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിലും ഏറ്റവും മികച്ച റിസൾട്ടുകളാണ് എൻട്രി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അടുത്ത പ്രാവശ്യത്തെ KWA ഓപ്പറേറ്റർ റാങ്ക് ലിസ്റ്റിൽ ബഹുഭൂരിപക്ഷം ഉദ്യോഗാർത്ഥികളും എൻട്രിയിൽ നിന്നാവണമെന്നത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ ഒപ്പം ചേർത്താണ്. അപ്പോൾ എൻട്രിയുടെ KWA ഓപ്പറേറ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യൂ. താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യൂ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.